റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ് ഇക്വേഷൻ സോൾവിങ് മെത്തേഡ് ഓർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, ആ ബേസിൽ എങ്ങനെയാണ് ഇനി റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ബി വൈ എക്സ് ഇഫ് 2x plus 4y minus 5 is equal to 0 is the equation of y on x. ഓക്കെ, നമുക്കൊരു y on x ഇക്വേഷൻ y on x എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x plus 4y minus 5 is equal to 0. അതിന്ന് നമ്മളോട് ബി വൈ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക. ആദ്യം 2x plus 4y minus 5 is equal to 0. എന്നിട്ട് അതിൽ 4y is equal to ആ 2xന് ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ടുണ്ടാവുക. അപ്പം ആ പ്ലസ്സിന് ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് മൈനസ് ആവും. അപ്പോൾ -2x പ്ലസ് -5ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +5 ആവും. -2x + 5 എന്ന് കിട്ടും. 4y is equal to -2x + 5. ഓക്കെ, അതിൽ നിന്ന് y is equal to ആ 4നെയും കൊണ്ട് ബാക്കിയുള്ളതിനെ ഡിവൈഡ് ചെയ്യാം. -2നെയും 5നെയും കൊണ്ട്. അപ്പോൾ y is equal to -2/4 x + 5/4. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് y is equal to 2/4 -0.5x + 1.25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബി വൈ എക്സ് ഈസ് ഇക്വൽ ടു -0.5 എന്ന് കിട്ടി. ഓക്കെ, ഈ രീതിയിലാണ് റിഗ്രഷൻ സൈമിൾട്ടേനിയസ് ഇക്വേഷനിൽ കണ്ടെത്തുന്നത്. ആ ഇക്വേഷൻ എഴുതുക, അതിനുശേഷം ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസറിനെയാണ് ബി വൈ എക്സ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ബി വൈ എക്സ് ഈസ് ഇക്വൽ ടു -0.5. ഓക്കെ, ഇനിയൊരു ബി എക്സ് വൈ നോക്കാം. ഓക്കെ, ഫൈൻഡ് ബി എക്സ് വൈ ഇഫ് 3x + 2y + 4 is equal to 0 ഈസ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞിട്ട് 3x + 2y + 4 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. ഇതിന്ന് ബി എക്സ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ബി എക്സ് വൈ ഈസ് ഇക്വൽ ടു 3x + 2y + 4 is equal to 0 ഇക്വേഷൻ എഴുതുക. എന്നിട്ട് 3xനെ അവിടെ നിർത്തിയിട്ട്, കാരണം നേരത്തെ നമ്മൾ ബി വൈ എക്സ് ആയതുകൊണ്ടാണ് അവിടെ വൈനെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തുകൊണ്ടുപോയത്. ഇവിടെ ബി എക്സ് വൈ ആയതുകൊണ്ട് എക്സിനെ അവിടെ നിർത്തുക, വൈനെ അപ്പുറത്തുണ്ടാവും. 3x is equal to -2y - 4. ഓക്കെ, അപ്പോൾ x is equal to -2/3x, y -4/3. ഓക്കെ, x is equal to -2/3 എന്ന് പറയുന്നത് -0.67, y -4/3 1.33. ഓക്കെ, അപ്പോൾ ബി എക്സ് വൈ വിൽ ഗെറ്റ് ആസ് -0.67 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ബി എക്സ് വൈയും ബി വൈ എക്സും സൈമിൾട്ടേനിയസ് ഇക്വേഷനിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം കൂടി നോക്കാം ബേസ്ഡ് ഓൺ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ പാർഷ്യലി ഡിസ്ട്രോയിഡ് റെക്കോർഡ് ഓഫ് ആൻ അനാലിസിസ് ഓഫ് കോറിലേഷൻ ഡാറ്റ ഫോളോയിങ് റിസൾട്ട്സ് ആർ ഓൺലി ലെജിബിൾ. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അതിൽ വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 9. വേരിയൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വേരിയൻസ് ആണ് 9. പിന്നെ 2 റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 8x - 10y + 66 is equal to 0. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ 40x - 18y is equal to 214. ഇങ്ങനെ 2 ഇക്വേഷൻ തന്നിരിക്കുന്നത്. പിന്നെ വേരിയൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്: ഫൈൻഡ് മീൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ: റിഗ്രഷൻ ഇക്വേഷൻ ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കുക. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. ഇത്രയാണ് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ ഇക്വേഷൻ നോക്കിയിട്ട് ഏതാണ് ബി എക്സ് വൈ, ഏതാണ് ബി വൈ എക്സ് എന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അല്ലെങ്കിൽ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സും. അപ്പോൾ ഇവിടെ എക്സ് വലിയ വാല്യൂ, എക്സിന് ഗ്രേറ്റർ വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ റിഗ്രഷൻ എക്സ് ഓൺ വൈ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതെന്നാൽ നമുക്ക് ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ റിഗ്രഷൻ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് 40x - 18y is equal to 214. റിഗ്രഷൻ വൈ ഓൺ എക്സ് 8x - 10y + 66 is equal to 0. ഫസ്റ്റ് ഇത് നോക്കി വയ്ക്കാം, ഏതാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ് എന്നുള്ളത്. അതിനുശേഷം ഇനി നമുക്ക് മീൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 2 ഇക്വേഷൻ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതുക. 8x - 10y is equal to ഇവിടുത്തെ
66 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. കാരണം എന്താണ്, സെക്കൻഡ് ഇക്വേഷൻ അതേപോലെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് 8x മൈനസ് 10y ഇസിക്കൽ ടു -66. ഇവിടെ +66 ആയതുകൊണ്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുണ്ടാകുന്ന -66 ആയി. പിന്നെ 40x മൈനസ് 18y ഇസിക്കൽ ടു 214. ഇതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റ് സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് 8x ഒന്ന് 40x ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വേഷൻ വേറെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8xനെ 40x ആക്കാൻ വേണ്ടിയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്ന് 8ന് മാത്രമല്ല ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ 8xന് മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും ചെയ്യണം. അപ്പോൾ 8xന് ചെയ്യേണ്ടി വരും, 10yനെ ചെയ്യേണ്ടി വരും, 66നും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ രീതിയിലാകുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ കോമൺ നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ 5 എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ 40x ആയി മാറും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എക്സും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 8x ഇൻറ്റു 5 40x മൈനസ് 10y ഇൻറ്റു 5 50y ഈസിക്കൽ ടു 66 ഇൻറ്റു 5 ദാറ്റ് വിൽ ഗെറ്റ് -330. ഓക്കെ, അതിനെ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, തേർഡ് ഇക്വേഷനായിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഇക്വേഷൻ വീണ്ടും എഴുതാം. 40x മൈനസ് 18y ഈസിക്കൽ ടു 214. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ വാല്യൂ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇനി ബാക്കിയുള്ള ഇക്വേഷൻ നോക്കാം. ഓക്കെ, ബാക്കി എന്തൊക്കെ വരുന്നത്, -50y -18y ചെയ്യാം. തന്നെ 3ന്ന് തേർഡ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 40xും പോയി. ഇനി -50y -18. അപ്പോൾ രണ്ട് മൈനസ് എടുത്തുന്നത് പ്ലസ് ആയി മാറും. അപ്പോൾ -50 + 80. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഓക്കെ, 50ന്ന് 18 കുറച്ച് 32 കിട്ടും. എന്നിട്ട് അതിൻ്റെ 50യുടെ സിമ്പിൾ -32y കിട്ടും. ഈസിക്കൽ ടു -330 -214. മൈനസും വന്നു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 330 + 214 -544. അപ്പോൾ ആ മൈനസും പ്ലസും റൂൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ -32y ഈസിക്കൽ ടു -544 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടിലും -1 മൈനസ് കട്ട് ചെയ്ത് കളയാം. ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും -1 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 32y ഈസിക്കൽ ടു 544. അപ്പോൾ y ഈസിക്കൽ ടു 544 ഡിവൈഡഡ് ബൈ 32 വിൽ ഗെറ്റ് 17. അപ്പോൾ നമുക്ക് y ബാർ എന്ന് പറയുന്നത് 17 എന്ന് കിട്ടി. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എന്താ ചെയ്തിരിക്കുന്നത്, ആ ഫസ്റ്റ് ഇക്വേഷനിലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനെ തേർഡ് ഇക്വേഷനൊക്കെ എഴുതി, തേർഡിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി, y ബാർ കിട്ടി, മീൻ വാല്യൂ ഓഫ് y കിട്ടി. ഇനി മീൻ വാല്യൂ ഓഫ് x കിട്ടാൻ വേണ്ടിയിട്ട് ഈ വൈയുടെ വാല്യൂവിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് ഈസിയാണ്, നമുക്ക് ഇത്ര സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഇക്വേഷനിൽ വൈയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് y ബാറിനെ ഇഫ് y ബാർ ഈസിക്കൽ ടു 17, ദെൻ ഏത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 8x മൈനസ് 10y ഈസിക്കൽ ടു -66. ഇപ്പോൾ ഇതിൽ y എന്നുള്ളിടത്ത് -10y എന്നുള്ളിടത്ത് വൈയുടെ വാല്യൂ ആയിട്ടുള്ള 17 അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് x ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ 8x മൈനസ് 10 ഇൻറ്റു 17 വൈയുടെ വാല്യൂ ഈസിക്കൽ ടു -66. ഓക്കെ, 8x മൈനസ് 10 ഇൻറ്റു 17 170 ഈസിക്കൽ ടു -66. 8x ഈസിക്കൽ ടു p -117 അപ്പുറത്തോട്ടുണ്ടാവും. അപ്പോൾ 170 - 66 വരും. അപ്പോൾ 8x ഈസിക്കൽ ടു 104 എന്ന് വരും. ഓക്കെ, അപ്പോൾ x ഈസിക്കൽ ടു 104 ഡിവൈഡ് ബൈ 8 13. ദാറ്റ് മീൻസ് x ബാർ ഈസിക്കൽ ടു 13. x ബാർ 13 എന്ന് കിട്ടി, y ബാർ 17 എന്ന് കിട്ടി. x ബാർ എങ്ങനെ കിട്ടിയത്, വൈയുടെ വാല്യൂ 17 ആണെന്ന് കിട്ടി. അത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x ബാർ കിട്ടും. അപ്പോൾ x ബാറും കിട്ടി 13 എന്ന്. ഇനി റിഗ്രഷൻ ഇക്വേഷൻ bxy. ഇപ്പോൾ bxy കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിഗ്രഷൻ x ഓൺ y ഏതാണെന്ന് കണ്ടുപിടിക്കുക. രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതിൽ ഏതാണ് bxy അല്ലെങ്കിൽ ഏതാണ് byx എടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഗ്രേറ്റർ വാല്യൂ ഉള്ളതാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, റിഗ്രഷൻ x ഓൺ y അല്ലെങ്കിൽ bxy കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ വാല്യൂ ഉള്ള സെക്കൻഡ് ഇക്വേഷനാണ് അതിവിടെ എഴുതുക. 40x മൈനസ് 18y ഈസിക്കൽ ടു 214. അതിൽ നിന്ന് 40, ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ്. എങ്ങനെയാണ് എക്സ് വൈയും
റിഗ്രഷൻ എക്സ് ഓൺ വൈ എന്ന് ബി എക്സ് വൈ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ചെയ്തതാണ്. അപ്പോൾ 40x - 18y = 214. ദാറ്റ് മീൻസ് 40x = ഈ -18 അപ്പുറത്തോട്ടുണ്ടോ പ്ലസ് ആയിരിക്കും 18y + 214. x = 18 / 40. ഈ 40x നിന്ന് 40 കളയാൻ വേണ്ടിയിട്ട് x = 18/40y + 214 / 40. നമുക്ക് x = 0.45y + 5.35 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം bxy = 0.45 ആണ്. ഈ വാല്യൂ ആണ് നമ്മൾ bxy ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ bxy = 0.45 എന്ന് കിട്ടി. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷനിൽ ഫസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. റിഗ്രഷൻ എക്സ് ഓൺ വൈ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് എക്സ് ഹയസ്റ്റ് വാല്യൂ ഉള്ളതാണ്. അത് സെക്കൻഡ് ഇക്വേഷനാണ്. 40x - 18y = 240 എന്ന ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് bxy കിട്ടും. ഇനി റിഗ്രഷൻ y ഓൺ എക്സ് അല്ലെങ്കിൽ byx കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സെക്കൻഡ് ഇക്വേഷനാണ് bxy എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിരിക്കും എന്ത് byx എന്ന് പറയുന്നത്. അപ്പോൾ 8x - 10y + 66 = 0. അവിടെ byx ആയതുകൊണ്ട് വൈനെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തോട്ടുണ്ടോ =ൻ്റെ അപ്പുറത്തോട്ട്. അപ്പോൾ -10y = 8x അപ്പുറത്തോട്ട് ഉണ്ടാകുന്ന സമയത്ത് -8x + 66 അങ്ങോട്ട് =ൻ്റെ അപ്പുറത്തോട്ട് ഉണ്ടാകുമ്പോൾ -66 വരും. അപ്പോൾ ഇതെല്ലാത്തിലും മൈനസ് വന്നുകൊണ്ട് മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 10y = 8x + 66. y = 8/10x + 66/10. വിൽ ഗെറ്റ് y = 0.8x + 6.6 എന്ന് വരും. അപ്പോൾ byx 0.8 എന്ന് നമുക്ക് കിട്ടും. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഫസ്റ്റ് മീൻ വാല്യൂ ഓഫ് എക്സും വൈയും അത് കിട്ടി. ഇനി റിഗ്രഷൻ y ഓൺ എക്സും എക്സ് ഓൺ വൈ byxും bxyയും അത് രണ്ടും കിട്ടി. ഇനി തേർഡ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് 9 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ ശരിക്കും വേരിയൻസ് ഓക്കെ എക്സിൻ്റെ വേരിയൻസ് വന്നിട്ടുണ്ട് 9 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് റൂട്ട് വേരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് 9 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യനിൽ വേരിയൻസ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. അതൊരു ഇൻഡിക്കേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് വേണ്ടി. അപ്പോൾ വേരിയൻസ് തന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റൂട്ട് വേരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് 9 ചെയ്താൽ 3 കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കഴിഞ്ഞ ഫസ്റ്റ് റിഗ്രഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് byx എന്ന് പറഞ്ഞാൽ byx = r σy/σx ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലല്ല, പക്ഷേ റിഗ്രഷൻ്റെ വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. byx എന്ന് പറഞ്ഞാൽ r σy/σx ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ r എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, √bxy × byx ആണ്. ഇതും നമ്മൾ റിഗ്രഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ടായിരിക്കും ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ ആ മെത്തേഡിലുള്ള സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആയതുകൊണ്ട് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ റിഗ്രഷൻ മെത്തേഡ് 2ലും 1ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞൊന്ന് byx = r σy/σx ആണ്. ഇതിൽ r എന്ന് പറയുന്നത് bxy √bxy × byx ആണ്. ഓക്കെ, അപ്പോൾ r √bxy നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. bxy എത്രയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 0.45 എന്നിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ഇവിടെ എഴുതാം. ഇൻറ്റു byx 0.8 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ r √bxy × byx ദാറ്റ് മീൻസ് √0.45 × 0.8 വിൽ ഗെറ്റ് √0.36 എന്ന് വരും. വിൽ ഗെറ്റ് 0.6 എന്ന് കോറിലേഷൻ കിട്ടി. r എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. ഈ bys = r σy/σx എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ byx എങ്ങനെയാണ് ഇതൊരു ഏതെങ്കിലും ഇക്വേഷൻ എടുത്താൽ മതി. bxyയോ byxോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ byx ആണ് എടുത്തിരിക്കുന്നത് r σy/σx. അതിൽ σx നമ്മൾ കണ്ടുപിടിച്ചു 3 എന്ന്, r കണ്ടുപിടിച്ചു 0.6 എന്ന്. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി,
BYX നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.8 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, BYXും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ അപ്ലൈ ചെയ്തത് 0.8 BYX ഇസിക്കൽ ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അപ്പോൾ 0.8 BYX എന്ന് പറഞ്ഞാൽ 0.8 ആണ്. 0.8 ഈസിക്കൽ ടു ഇതൊക്കെ കണ്ടുപിടിച്ചാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ. 0.8 ഈസിക്കൽ ടു 0.6 എന്ന് നമുക്ക് കോറിലേഷൻ കിട്ടി, ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അതിൽ സിഗ്മ വൈ മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ സിഗ്മ വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ 0.8 ഇൻറ്റു 3 ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ 0.8 ഇൻറ്റു 3 ഈസിക്കൽ ടു 0.6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 0.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ 0.8 ഇൻറ്റു 3 2.4 ഈസിക്കൽ ടു 0.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഈസിക്കൽ ടു ഈ 2.6 ഡിവൈഡഡ് ബൈ ഈ 0.6 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പോൾ ഇത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 2.6 4 ഡിവൈഡ് ബൈ 0.6 4 എന്ന് നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കിട്ടും. ഒന്നുകൂടി പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അത് 9 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ആ 9ൻ്റെ റൂട്ട്, അപ്പോൾ 3 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വന്നിരിക്കുന്നത്. ഇനി BYX എന്ന് പറഞ്ഞിട്ട് റിഗ്രഷൻ ഒരു ഇക്വേഷനാണ്. അത് ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് BYX ഈസിക്കൽ ടു ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആറ് കാണാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് BXY ഇൻറ്റു BYX, അതിൽ BXYയും BYXും കണ്ടുപിടിച്ചിട്ടുണ്ട് 0.45 ഇൻറ്റു 0.8. അതിൻ്റെ റൂട്ട് ചെയ്യുന്ന സമയത്ത് 0.6 എന്ന് കിട്ടും കോറിലേഷൻ. ഓക്കെ, ഇനി BYX ഈസിക്കൽ ടു ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അതിൽ BYX നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 0.8 ഈസിക്കൽ ടു 0.6 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ 3 വിൽ ഗെറ്റ് 0.8 ഇൻറ്റു 3. സോൾവ് ചെയ്താൽ മതി. 0.8 ഇൻറ്റു 3 ഈസിക്കൽ ടു 0.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. 2.4 ഈസിക്കൽ ടു 0.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഈസിക്കൽ 2.4 ബൈ 0.6 വിൽ ഗെറ്റ് 4. ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ മീൻ വാല്യൂ ഓഫ് എക്സും വൈയും കണ്ടുപിടിച്ചു, പിന്നെ BXYയും BYXും കണ്ടുപിടിച്ചു, ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കണ്ടുപിടിച്ചു.